ഇനി എന്റെ പഞ്ചായത്ത് പോകുന്നത് കൊല്ലം ജില്ലയിലെ അലയമൺ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ജയശ്രീ എം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി ജയശ്രീ. ഈ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? പ്രത്യേകിച്ച് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. നമ്മുടെ അലയമൺ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തില് കർഷകരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുമായ നിരവധി ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ അലയമൺ എന്ന് പറയുന്നത്. നമ്മുടെ അലയമൺ ഗ്രാമപഞ്ചായത്തില് 14 വാർഡുകളാണുള്ളത്. 14ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് മാലിന്യമുക്തം, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ആവിഷ്കരണ പദ്ധതിയാണ് നമ്മുടെ മാലിന്യമുക്തം നവകേരളം. നിരവധി പദ്ധതികൾ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്ത പദ്ധതിയാണ് നമ്മുടെ മാലിന്യമുക്തം നവകേരളം. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അലയമൺ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയില് അലയമൺ ഗ്രാമപഞ്ചായത്തിന് അംഗീകാരം കിട്ടി. ഏറ്റവും മികച്ച പഞ്ചായത്തായി കൊല്ലം ജില്ലയില് അലയമൺ ഗ്രാമപഞ്ചായത്തിനെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവർകള് പ്രഖ്യാപിച്ചു. അതിന്റെ അഭിമാന നേട്ടം നമ്മൾ കൈവരിച്ച ഒരവസരത്തിലാണ് ഇങ്ങനെ ഒരു സന്ദർഭം കൂടി എനിക്ക് കൈവന്നത്. അപ്പൊ അത് ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുകയാണ്. അപ്പൊ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് നമ്മള് നിരവധി പ്രവർത്തനങ്ങളാണ് ജനകീയ പങ്കാളിത്തത്തോടെ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. നമ്മള് ഒക്ടോബർ 2-ന് ഇതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മള് സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് ഇവയുടെ നിർമ്മാണ ഉദ്ഘാടനം നമ്മള് നിർവഹിക്കുകയുണ്ടായി. അതുപോലെ ടൗണുകളിലെല്ലാം ബ്യൂട്ടിഫിക്കേഷൻ നടത്തി. നമ്മുടെ ചണ്ണപ്പെട്ട ടൗണ് നമ്മള് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ചെടിച്ചട്ടികൾ വെച്ച് ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി. ചപ്പുചവറുകൾ വാരിയിട്ടിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടെത്തുകയും അവിടെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ചെടിച്ചട്ടികൾ വച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിലും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയത്. അതുപോലെ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റും അതുപോലെ മികച്ച MCF, കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ MCFകളിൽ ഒന്നായി നമ്മുടെ MCF മാറിയിരിക്കുകയാണ്. വലിപ്പത്തിന്റെ കാര്യമായാലും അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആയാലും ഏറ്റവും മികച്ചു നിൽക്കുകയാണ് നമ്മുടെ MCF എന്നുള്ളത്. അതുപോലെ നമ്മുടെ മാർക്കറ്റ് ഏറ്റവും വൃത്തിയും വെടിപ്പോടും കൂടിയാണ് അലയമൺ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് നടന്നു വരുന്നത്. അതിനെ ഏറ്റവും വൃത്തിയോടും വെടിപ്പോടും കൂടി സൂക്ഷിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മള് സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് നൽകിയതിനോടൊപ്പം 1500ഓളം സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 300 എണ്ണത്തോളം കവിഞ്ഞിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരികയാണ്. പിന്നെ നമ്മൾ അത്തരത്തിൽ ഈ കുട്ടികളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുമ്പോൾ ഈ കുട്ടികളുടെ ഹരിതസഭയടക്കം തന്നെ നടപ്പിലാക്കാൻ പഞ്ചായത്തിനായി ആയി എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? തീർച്ചയായും നമ്മള് ഹരിതസഭ നല്ല പങ്കാളിത്തത്തോടെ കുട്ടികളുടെ ഹരിതസഭ നമ്മൾ നടത്തുകയും ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കുകയും അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയൊക്കെ ചെയ്തു. അതായത് പുതുതലമുറയിൽ കൂടി നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവബോധം നമ്മൾ നൽകുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ ഇതിന്റെ 1ാം ഘട്ട പ്രവർത്തനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവർ വന്ന് നമുക്ക് നമ്മുടെ ഈ ഹരിത സ്ഥാപനങ്ങളെ
എല്ലാം ഹരിത പ്രഖ്യാപനം നടത്തി. നവംബർ മാസത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഹരിത പ്രഖ്യാപനം നടത്തി. ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങള്, ഹരിത വിദ്യാലയങ്ങള്, മറ്റ് ഹരിത അയൽക്കൂട്ടങ്ങള്, മുഴുവൻ സ്ഥാപനങ്ങളും നമ്മൾ ഹരിത ആക്കി മാറ്റുകയും അതിന്റെ പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാർഷിക മേഖല കൂടിയാണ് ഈ ഒരു പഞ്ചായത്ത്. അപ്പോൾ കർഷകർക്കായി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? സബ്സിഡികൾ അടക്കം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്ത പദ്ധതികളാണ് നമ്മൾ കിഴങ്ങുവർഗ്ഗ കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയവ. അതുപോലെ അടുക്കളത്തോട്ടം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇന്ന് വിഷമയമായ പച്ചക്കറികളാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ കുടുംബങ്ങളും സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉണ്ടാക്കി അത് കഴിക്കണമെന്നുള്ള നിർദ്ദേശം കുടുംബശ്രീ അടക്കമുള്ള സംഘടനകളെ ഏൽപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് അതിനുള്ള പ്രവർത്തനം നടക്കുന്നത്. അതുപോലെ നമ്മൾ കേര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്റ്റർ നമുക്ക് കേരഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അതിപ്പോ 2 വർഷത്തോളമായിട്ട് നമ്മൾ ആ പദ്ധതിയും നമ്മൾ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 1ാം ഘട്ട പ്രവർത്തനം കഴിഞ്ഞു. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മണ്ട ചീയല്, അതുപോലെ അത് മണ്ട വൃത്തിയാക്കല് തെങ്ങിന്റെ, അതുപോലെ നമ്മൾ അവർക്ക് തെങ്ങുകൾക്ക് വളം കൊടുക്കുക, കുമ്മായം കൊടുക്കുക, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയമ്മൻ ഗ്രാമപഞ്ചായത്ത് ചെയ്തു വരികയാണ്. അതുപോലെ ചിങ്ങം 1 നമ്മൾ ഏറ്റവും നല്ല കർഷകരെ ആദരിക്കുന്ന ചടങ്ങുകളും നമ്മുടെ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എങ്കിൽ പോലും നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ശല്യം നമുക്കും ഉണ്ട്. അതിന് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമ്മുടെ ഗവൺമെന്റിൽ നിന്നും നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൂടി ഇരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന സഹകരണം കൂടി നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തന്നെയാണ്. അതിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വീടുകളും അതോടൊപ്പം തന്നെ കുടിവെള്ളം യഥാസമയത്ത് അവർക്ക് കുടിവെള്ളം എത്തിക്കുക, റോഡ് യാത്രായോഗ്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായിട്ടും മാഡം, നമ്മള് കുടിവെള്ള സ്രോതസ്, അതായത് നമ്മുടെ അലയൺ പഞ്ചായത്തിലെ പൊതു കിണറുകളെല്ലാം തന്നെ വൃത്തിയാക്കുകയും അതുപോലെ അത് ഗ്രില്ലുകളൊക്കെ ഇട്ട് നമ്മൾ പെയിന്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ അത് വൃത്തിയാക്കി അത് സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ പൊതു കിണറുകള്, നമ്മള് കുളങ്ങള്, ജലാശയങ്ങള്, ഇതൊക്കെ തന്നെ നമ്മള് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. നമ്മള് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതിയിലൂടെ നമ്മള് എല്ലാ പുഴകളും അത് കണക്ക് നീരുറവകൾ മുഴുവൻ ശുചീകരിക്കുകയും മഴവെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി പോകാനുള്ള അവസരമൊക്കെ നമ്മൾ MGNREGS ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയൊക്കെ വെച്ച് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഭവനരഹിതരും ഭൂരഹിതരും ഇല്ലാത്ത ഒരു കേരളത്തെ പടുത്തുയർത്തുക എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ അലയവൺ പഞ്ചായത്തും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നമ്മളും നടത്തി വരുന്നുണ്ട്. നമ്മളിപ്പം ചെറിയ പഞ്ചായത്താണ്, ഫണ്ടിന്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട് എങ്കിൽ പോലും നമ്മളും അതിലും കാര്യക്ഷമതയോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ശൗചാലയങ്ങൾ, വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ അലയൺ പഞ്ചായത്തിലെ ഒരു ഗൃഹത്തിൽ പോലും ശൗചാലയം ഇല്ലെന്നുള്ള ഒരു പരാതിയില്ല. മുഴുവൻ വീടുകളിലും ശൗചാലയങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പദ്ധതി വിഹിതം വെച്ച് നൽകി വരുന്നുണ്ട്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീ അടക്കം ഈ തൊഴിൽ സംരംഭങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു ഒരു കാലത്ത് സ്ത്രീ സമൂഹം. ഇന്ന് അങ്ങനെയല്ല. സ്ത്രീകൾ എത്തിപ്പിടിക്കാത്ത മേഖലകളില്ല. എല്ലാ മേഖലകളും സ്ത്രീകൾ ഇന്ന് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്ത്രീകളുടെ സുരക്ഷയും അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗവും അത് മുന്നിൽ കണ്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ നമ്മൾ കുടുംബശ്രീ വഴിയും അല്ലാതെയും പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചും ഒക്കെ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ആരോഗ്യ മേഖലയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ FHSC മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതും ഏറ്റവും വലിയ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടി. ദേശീയ നിലവാരത്തിലേക്ക്, NQS നിലവാരത്തിലേക്ക് നമ്മുടെ
അലയമൺ FHSC ഉയർന്നു. അതും അങ്ങനെ ഒരു അംഗീകാരം കൂടി നമ്മുടെ FHSC 94.77% നിലവാരത്തിലേക്ക് നമ്മുടെ FHSCക്ക് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിനെല്ലാം അതുപോലെ ശൈലി 30 വയസ്സ് കഴിഞ്ഞവർക്ക് ഉള്ള നമുക്കറിയാം BP, ഷുഗർ പോലുള്ള അസുഖങ്ങൾ, അവരെയൊക്കെ നമ്മൾ സർവേ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി, അവർക്ക് വേണ്ടുന്ന മെഡിസിൻ, മറ്റ് സഹായങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് ചെയ്തു വരുന്നുണ്ട്. അതുപോലെ ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഇവിടെയെല്ലാം നല്ല രീതിയിലാണ് പ്രവൃത്തികൾ നടന്നു വരുന്നത്. നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അരികെ എന്ന പദ്ധതിയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ടിൽ വിതരണം, അതായത് നമ്മുടെ ജീവിത സായാഹ്നത്തിൽ തറയിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വയോജനങ്ങൾക്ക്, ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും, ആവശ്യത അനുഭവിക്കുന്ന മുഴുവൻ വയോജനങ്ങൾക്കും നമ്മൾ കട്ടിൽ വിതരണം പോലെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ച് അവർക്ക് വേണ്ടുന്ന മെഡിസിനും മറ്റു സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഭാവിയിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത്? ഭാവിയിലേക്ക് ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു, പിന്നെ റോഡ് വികസനം കൂടി ഒന്ന് പറയാം മാഡം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങള് പഞ്ചായത്തില് നമ്മള് ആലഞ്ചേരി ഓന്തുപച്ച റോഡിന് നമുക്ക് 14 കോടിയോളം രൂപ വകയിരുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടനവധി റോഡുകൾ എല്ലാ മെയിൻ്റെനൻസ് വർക്കുകളും ഒക്കെ ചെയ്തു വരികയാണ്. ഇനി അല്പം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതും പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ മാഡപ്പം ചോദിച്ചത് ഭാവിയിലേക്കുള്ള കാര്യം. ഭാവിയിലേക്ക് ഞങ്ങൾ ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അല്പം ഒരു പോരായ്മയുണ്ട്. ആ ഒരു പോരായ്മ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചു തരികയും അവരെ ബഡ് സ്കൂള് അവർക്ക് പുതിയതായിട്ട് നമ്മൾ കെട്ടുന്നതിനുള്ള എല്ലാവിധ ഇതും നടന്നു വരികയാണ്. ഓൺ ദ വേ ആണ്. ആ പരിപാടിയും കൂടി നമ്മൾ ചെയ്യും. പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്ക പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വിട്ടുപോയ കാര്യമുണ്ട്. നമ്മുടെ പുതുതലമുറ ഏറ്റവും അധികം ഇന്ന് വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആശയം അത് തന്നെയാണ്. നമ്മുടെ ലഹരി, അതായത് ലഹരി വിമുക്തമായ ഒരു പഞ്ചായത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല ആസൂത്രണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മുടെ പുതുതലമുറയെ അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിലെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി പൂർണ്ണ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം ജില്ലയിലെ അലയമൺ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. നന്ദി ശ്രീമതി ജയശ്രീ. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തുകളുടെ സമഗ്ര വികസനങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.